ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ നിന്ന് അർജുന്റെ ലോറി കണ്ടെത്തി. ക്യാബിനുള്ളിൽ കണ്ടെത്തിയ മൃതദേഹം കാർവാറിലെ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. DNA ടെസ്റ്റിനു ശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടുനൽകും. വാർത്തകൾ വിശദമായി. ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനായുള്ള തെരച്ചിലിന് പരിസമാപ്തി. ബുധനാഴ്ച നടത്തിയ നിർണായക പരിശോധനയിൽ അർജുന്റെ ലോറിയും ലോറിക്കുള്ളിൽ മൃതദേഹവും കണ്ടെത്തി. ലോറിയുടെ ക്യാബിനിൽ നിന്ന് SDRF പുറത്തെടുത്ത മൃതദേഹ അവശിഷ്ടങ്ങൾ കാർവാറിലെ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. DNA ടെസ്റ്റിനു ശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടുനൽകുമെന്ന് ജില്ലാ കളക്ടർ ലക്ഷ്മി പ്രിയ പറഞ്ഞു. ദൌത്യവുമായി സഹകരിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നതായും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് 72 ദിവസം പൂർത്തിയായിരിക്കവെയാണ് നിർണായകമായി ലോറി കണ്ടെത്തിയത്. ലോറിയുടെ ക്യാബിനാണ് ആദ്യം പുറത്തെത്തിച്ചത്. ആദ്യം കറുത്ത ലോഹവസ്തു കണ്ടെത്തിയെന്ന വിവരമാണ് പുറത്തുവന്നത്. പിന്നീട് ലോറിയുടെ ക്യാബിൻ ഉയർത്തിയപ്പോഴാണ് ഉള്ളിൽ മൃതദേഹം ഉള്ളതായി കണ്ടെത്തിയത്. ഗംഗാവലിപ്പുഴയുടെ ഒഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് ലോറി പുറത്തെടുക്കാനായത്. കാർവാർ MLA സതീഷ് സെയിൽ, കാർവാർ SP നാരായണ എന്നിവർ ട്രഡ്ജറിലുണ്ടായിരുന്നു. ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിലാണ് ലോറി ഉണ്ടായിരുന്നത്. ലോറി അർജുന്റേത് തന്നെയെന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചു. ജൂലൈ 16-നാണ് അർജുനെ കാണാതായത്. 3 ഘട്ടങ്ങളിലായിട്ടാണ് തെരച്ചിൽ തുടർന്നുകൊണ്ടിരുന്നത്. ശക്തമായ മഴയും അടിയൊഴുക്കും മൂലം തിരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ലോറിയും അർജുന്റെ മൃതദേഹവും കണ്ടെത്തിയിരിക്കുന്നത്. നാവികസേനയും ഈശ്വർ മാൽപേ ഉൾപ്പെടെയുള്ളവർ തെരച്ചിലിൽ പങ്കാളികളായിരുന്നു. ഷിയാദ് ചങ്ങനാശ്ശേരി, രാഷ്ട്രീയം ന്യൂസ്.